ഹായ് ഗായ്സ്, ഞാൻ ആയുഷ്. രാവിലെ എണ്ണിച്ചിട്ട് ഇന്നത്തെ ദിവസം ഇനി എങ്ങനെ തള്ളി നീക്കുമെന്ന് ആലോചിക്കും. ഇനി നമുക്ക് തറയിലോട്ട് പോവാം. അങ്ങനെ തറയിലോട്ട് ഇറങ്ങി ചെന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അമ്മ 2-3 ദിവസം കൊണ്ട് പറയുന്നുണ്ട് ഈ വാക്യൂം ക്ലീനർ മണ്ടയ്ക്ക് കൊണ്ടുവെക്കാൻ. അങ്ങനെ വാക്യൂം ക്ലീനർ എടുത്തപ്പോഴാണ് എൻ്റെ മനസ്സിൽ കുട്ടി ഉണർന്നത്. അങ്ങനെ വാക്യൂം ക്ലീനർ എടുത്ത് പൂക്കിയുടെ മുമ്പിൽ 2 ഷോ കാണിച്ചതിന് ശേഷം ഇനി മണ്ടയ്ക്കോട്ട് പോയി കൊണ്ടുവച്ചിട്ട് വരാം. നമുക്ക് കാണുന്ന പോലല്ല, ഇച്ചിരി വെയിറ്റ് ഉണ്ട്. ഇനി നമുക്ക് മുഖം കഴുകാം. മുഖം കഴുകിയതിന് ശേഷം നമുക്ക് പല്ല് തേക്കാം. അങ്ങനെ പല്ലൊക്കെ തേച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇന്നലെ വന്ന കൊറിയർ ഞാൻ നോക്കിയത്. അപ്പോഴാണ് ആ എന്നത്തെയും കൂട്ടി നമ്മൾ ചായ കുടിക്കാൻ പറഞ്ഞത്. ഇനി നമുക്ക് അമ്മച്ചിമ്മയുടെ അവിടെ പോയി ചായ കുടിക്കാം. അങ്ങനെ നമ്മൾ ചായയൊക്കെ എടുത്ത് കുടിക്കാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മൾ അടുക്കളയിൽ അമ്മച്ചിമ്മ ഇരുന്ന് തേങ്ങ പൂളുന്നത് കണ്ടത്. അങ്ങനെ നൈസായിട്ട് അടുക്കളയിൽ പോയി 2-3 എണ്ണം ഇന്ന് എടുത്ത്. നിങ്ങളും എൻ്റെ കൂട്ടി ഇങ്ങനെ തേങ്ങ പൂളുന്നിടത്ത് പോയി 2-3 എണ്ണം എടുക്കുമോ? അതോ ഞാൻ മാത്രമാണോ ഇങ്ങനെ? അതവിടെ നിൽക്കട്ടെ, ഇനി നമുക്ക് പോയി ഫ്രഷ് ആയിട്ട് വരാം. അങ്ങനെ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വന്ന് ഇനി നമുക്ക് എൻ്റെ റൂം തൂക്കാം. കാരണം ഞാനാണല്ലോ ഇവിടെ നിൽക്കുന്നത്. ഇന്നലെ വന്ന കൊറിയറൊക്കെ ഞാൻ പൊട്ടിച്ച് നോക്കി. അത് കണ്ടപ്പോഴേ എൻ്റെ ബോധം പോയി. ഇനി നമുക്ക് പോയി കഴിക്കാം. ഇന്ന് കഴിക്കാൻ നല്ല അപ്പവും ബീഫും ഉണ്ടേ. അങ്ങനെ ഞാൻ കഴിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അമ്മ എന്നെ കളിയാക്കുവാണേ. അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ ബാക്കി പണിയെടുത്ത്. നമ്മുടെ പൂക്കിക്ക് വയ്യായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും വെളിയിൽ വന്നിരിക്കുവാണേ. ഇനി നമുക്ക് വൈകിട്ടത്തെ ചായ കുടിക്കാം. വൈകിട്ടത്തെ ചായ നല്ല കാറ്റും അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒക്കെ മാച്ച് നോക്കി. ഇന്നത്തെ കളിയും പ്രതീക്ഷ ഒന്നും തെറ്റിക്കാതെ 1 ഗോളിന് പുറയില്ല. അങ്ങനെ അമ്മയ്ക്ക് ചായ കൊടുത്ത് മകൻ മാതൃകയായി. അപ്പോഴാണ് അമ്മ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒരു പഴയ ഫോട്ടോ കാണിച്ചത്. നിന്നെ ഞങ്ങൾ സീതത്തൊട്ടിന്ന് എടുത്തയാ. അങ്ങനെ പൂമ്പാറ്റയും പറ്റിച്ചിരുന്നപ്പോഴാണ് അമ്മച്ചമ്മ തൂക്കുന്നത് കണ്ടത്. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വരെ കാണാം.